അസ്സലാമു അലൈക്കും. ഓക്കെ, ഇന്ന് നമ്മളൊരു മത്സരത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ച വിഷയങ്ങളിൽ ചില അറബ് മലയാള അക്ഷരങ്ങൾ ചേർത്തുകൊണ്ടുള്ള വാക്കുകൾ ബോർഡിൽ എഴുതുകയാണ് കേട്ടോ. ഇപ്പോൾ 2 ഗ്രൂപ്പാണ്, അറിയാലോ. ആ 2 ഗ്രൂപ്പിൽ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള മത്സരമാണ്. ഏറ്റവും കൂടുതൽ ആരാണോ, ഏത് ഗ്രൂപ്പിൽപ്പെട്ട കുട്ടികളാണോ ഈ ഞാൻ ബോർഡിൽ എഴുതുന്ന വാക്കുകൾ വായിക്കുന്നത് അവരായിരിക്കും സമ്മാനത്തിന് അർഹർ കേട്ടോ. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ, ബോർഡിൽ എഴുതുന്ന വാക്ക് നമ്മൾ ഇതുവരെ ഒരു മത്സരത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ബോർഡിൽ എഴുതുന്ന വാക്കുകൾ നിങ്ങൾ 2 ഗ്രൂപ്പുകളും വായിച്ചിട്ടുണ്ട്. ഒരു ഗ്രൂപ്പിന് 3 പോയിന്റും വേറെ ഗ്രൂപ്പിന് 4 പോയിന്റുമാണ് ഇപ്പൊ നിലവിലുള്ളത് അല്ലേ? ഓക്കെ, ഇനി ഏത് ഗ്രൂപ്പ് പറയാനുള്ളത്? പറയേ, പെട്ടെന്ന് പറയേ. ഇനി നിങ്ങളാ പറയാനുള്ളത്? ഓക്കെ, ഈ ഗ്രൂപ്പാണല്ലേ പറയാനുള്ളത്. ഓക്കെ, ഞാൻ ബോർഡിൽ എഴുതാം കേട്ടോ. എന്താണ് ഈ വാക്ക് വായിക്കുക? ആരാണ്? നിങ്ങളാണോ? നിങ്ങളുടെ ഏത് ഗ്രൂപ്പാ? പറ. ഞാനെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പറഞ്ഞ ആളാരാ? ഇത് ലാസ്റ്റ് പറഞ്ഞ ആളാരായിരുന്നു? പറഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത ഗ്രൂപ്പ് അതാരാ? ഓക്കെ, ഐദിന്റെ ഗ്രൂപ്പാണ് കേട്ടോ. ഓക്കെ, ഐദിന്റെ ഗ്രൂപ്പില് ഐദിൻ പറഞ്ഞോ എന്താണ്? ഓക്കെ, എന്താണ്? തവള. അപ്പൊ 1 പോയിന്റ് കൂടെ അവർക്ക് കിട്ടിയിരിക്കുകയാണ് കേട്ടോ. നമുക്ക് മറ്റൊരു വാക്ക്. ഇനി ഷസിന്റെ ഗ്രൂപ്പ് കേട്ടോ. ഇനി ഷസിന്റെ ഐഡിയൻ ഗ്രൂപ്പ് ഇപ്പൊ പറഞ്ഞു. ഇനി ഷസിൻ ഗ്രൂപ്പ് പറയട്ടോ. യാമിനാണ് വായിക്കേണ്ട ആള് കേട്ടോ. ഓക്കെ, ഞാൻ ബോർഡിൽ എഴുതാൻ മറ്റൊരു വാക്ക്. ഇതെന്താണ് വായിക്കുക? ഉറക്കെ ആരെ വായിക്കേണ്ട ആള്? വായിച്ചുണ്ടേത് ടൗണിണ്ടേത് ഇവരാണ് യാമിനെ വായിക്കണ്ടേ കേട്ടോ. പറയും, ഉറക്കെ വായിച്ചു കൊടുക്ക. പെട്ടെന്ന് വായിക്കുക. എങ്ങനെ സമയം തരൂല, കൂടുതൽ സമയം തരൂല, കേട്ടോ. പെട്ടെന്ന് വായിക്കുക. അങ്ങനെ ഓരോ അക്ഷരങ്ങളല്ല, കൂട്ടിയിട്ട് വായിക്കുക. ഓരോ വാക്ക് മൊത്തമായിട്ട് വായിക്കുക. എന്താ? എന്താണ്? പൊരനോ? തെറ്റല്ലേ? ശരിയാണോ? തെറ്റല്ലേ? ഓക്കെ, നീ പോ. അടുത്ത ഗ്രൂപ്പ് ഐദിൻ ഗ്രൂപ്പ്. ഐദിൻ ഗ്രൂപ്പില് അറിയില്ല. വായിക്കല്ല. ഇതാ ഈ ഐദിൻ ഗ്രൂപ്പില് എന്താ അസുവ വായിക്കാനുണ്ട്. വായിച്ചാൻ അറിയില്ലെങ്കിൽ പിന്നെ ഗ്രൂപ്പ് മാറി. അപ്പൊ ഗ്രൂപ്പ് ഷസിൻ ഗ്രൂപ്പായി. ഷസിൻ ഗ്രൂപ്പിൽ ഇനി ആരാ വായിക്കാളെ? ഷസിനാണോ? യാമിന് വായിച്ചില്ല. അതാ വായിക്കേ. എന്താണ്? അവിടുന്ന് വായിക്കാൻ പറ്റുമോ? അവിടെ നിന്നിട്ട് വായിക്കാൻ പറ്റുമോ? എന്നാ വായിക്കേ. ഓക്കെ, എന്താണ്? പൊണ്ണൻ. ഷസിൻ ഗ്രൂപ്പിന് 1, 2, 3, 4, 5 പോയിന്റ് ആയിരിക്കുകയാണ്. ഐദിൻ ഗ്രൂപ്പിന് 4 പോയിന്റ് മാത്രമേ ഉള്ളൂ. ഏതായാലും അവര് തൊട്ടടുത്ത് ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത ഒരു വാക്ക് ഞാനിവിടെ പറയാൻ പോവാം കേട്ടോ.
വായിക്കാം. 1ാം ക്ലാസ് ആണ് കേട്ടോ. അതാ നീയാണോ വായിക്കാറാണ്? ഐതിഹ്യ ഗ്രൂപ്പാണ്. ഐതിഹ്യ ഗ്രൂപ്പ്. ഓക്കെ, ഉറക്കെ വായിക്കേ. മരം മുറിച്ചു. ശരിയാണോ? യാ, ഓക്കെ. ഇപ്പൊ 2 കൂട്ടരും 2 ഗ്രൂപ്പും ഒരേ മാർക്ക് വാങ്ങി ഒരേ പോയിന്റ് വാങ്ങി സമനിലയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു വാക്ക് ഞാൻ വായിക്കുകയാണ്. ഏതാ ഗ്രൂപ്പ് വായിക്കേണ്ടത്? ഷസിൻ ഗ്രൂപ്പാണ് വായിക്കേണ്ടത്. നോക്കൂ. ഓക്കെ, നോക്കൂ. വാക്ക് ഏതാണ് നോക്കൂ. കണ്ടോ? വാക്ക് കണ്ടില്ലേ? ശരി, ആരാധന ഈ കൂട്ടത്തില് മഹർഷി വായിക്കൂ. നീ വേണം ഇങ്ങോട്ട് വന്നോ, ഇങ്ങോട്ട് വന്നോ. അവിടുന്ന് വായിക്കാൻ കിട്ടൂലെങ്കിൽ നോക്കേ. അക്ഷരങ്ങളൊക്കെ നോക്കി വായിച്ചോടെ. എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് വായിക്കാൻ കഴിയുന്ന വാക്കാണ്. ഓരോ അക്ഷരങ്ങളല്ല, കൂട്ടി വായിച്ചോ. രോഗി. ഇനി വാക്ക് വായിച്ചോ. ഇനി ഇത് വായിക്കണ്ട കേട്ടോ. ഇനി ഇത് വായിക്കണ്ട. ഇനി ഇത് വായിച്ചാൽ മതി. ഇവിടെ മുതൽക്ക് ഇതുവരെ. ഞാനോ? നേരെ പുള്ളിയുണ്ടോ? ഇല്ലല്ലോ. കൂട്ടി വായിക്കേ, കൂട്ടി വായിക്കേ. രോഗി എന്ത് ചെയ്തു? പെട്ടെന്ന് ചാറോ നീട്ടാനുണ്ടോ? ചാന നീട്ടാനുണ്ടോ? കൂട്ടി വായിക്കേ, കൂട്ടി വായിക്കേ. അവിടെ നിർത്തരുത്. ഓ, അപ്പൊ നീ കൂട്ടി പറയും. അപ്പൊ ഇനി ഇത് മുതൽ വായിക്കേ. ഓക്കെ, അവിടെ വായിച്ചിട്ടോ. എന്താണ്? ഇങ്ങോട്ട് നോക്കി പറഞ്ഞ ദിമ, നോക്കി പറഞ്ഞ. എന്താണ്? രോഗി ഛർദിച്ചു. ശരി, ഓക്കെ. ഷസിൻ ഗ്രൂപ്പിന് 6 പോയിന്റ് ലഭിച്ചിരിക്കുകയാണ്. ഇനി ആകെ 2 ചോദ്യങ്ങൾ കൂടി ഉണ്ടാവുള്ളൂ കേട്ടോ. 2 ചോദ്യങ്ങൾ. ഹലോ, പറഞ്ഞതല്ല ഇത് പറഞ്ഞ ഏതായാലും നീയ വരും. നീയ വരും. നീയോ? ഇതെന്താ വായിക്കുക നോക്കൂ. ഇത് ശരിക്കും എങ്ങനെ വായിക്കുക എന്നുള്ളത് വായിച്ചാൽ മതി. ഓരോ അക്ഷരങ്ങളൊന്നും പറയണ്ട, പെട്ടെന്ന് പറ. സമയം ഉണ്ടാവില്ല, സമയം തീരാൻ പോവാണ്. കിട്ടുന്നില്ലല്ലോ? കിട്ടുന്നില്ല. അപ്പോ ഇനി അടുത്ത ഗ്രൂപ്പ് ഏതാണ്? ഐതിഹ്യ ഗ്രൂപ്പാണോ? ഷസിൻ ഗ്രൂപ്പാ. ഷസിൻ ഗ്രൂപ്പില് നിബഹാനല്ലേ പറയണേ? നിബഹാൻ വായിക്കാൻ കഴിയോ? നോക്കൂ, കഴിയോ? ഇല്ല, അവന് വായിക്കാൻ കഴിയില്ല. അപ്പൊ അടുത്ത ഷസിൻ ഗ്രൂപ്പില് അല്ല ഐതിഹ്യ ഗ്രൂപ്പില് ആരാ? ഐതിഹ്യ ഗ്രൂപ്പിൽ ആരാ? അപ്പൊ കുട്ടികളാരാ? ഷഹാന വരുമോ? അറിയില്ല. ഷഹാന. അപ്പൊ ഷസിൻ ഗ്രൂപ്പിൽ ഇനി അടുത്ത ആളെ ഇവന് ഇതാ ഷസിൻ ഗ്രൂപ്പിൽ ഇതാ വളരെ സിമ്പിളാണ്. ഓക്കെ, അത് കഴിഞ്ഞു. നിങ്ങളെ കൂട്ടത്തില് ഐതിൻ വരുമോ? എന്താണ്? ഒന്നുകൂടെ പറ, ശരിക്ക് പറ. ഗഡി എന്ന് പറഞ്ഞാൽ ശരിയല്ല.
നിങ്ങളാരും പറയണ്ട, ഇല്ല, നിങ്ങളാരും പറയണ്ട. ഞാൻ ചോദിച്ചത് ഇവനോടാണ്. അവർക്ക് പറ ഒന്നുകൂടെ. യെസ്, ഘടികാരം. എന്താണ് ഘടികാരം? എന്താണിത് വായിക്കാം? ഘടികാരം. ഓക്കെ, ഇതാ രണ്ട് ടീമും 6-6 പോയിന്റുകളിൽ സമനില പാലിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുന്നേറുന്നത്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരൊറ്റ ചോദ്യം കൂടെ കേട്ടോ, അതോടുകൂടെ നമ്മുടെ വീഡിയോയുടെ അവസാനിപ്പിക്കും. എന്നാണ് എവിടേക്ക്? ഇത് പുസ്തകത്തിലില്ലാത്തൊരു വാക്കാണ്. പുസ്തകത്തിലില്ലാത്തൊരു വാക്കാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. പുസ്തകത്തിലില്ലാത്ത വാക്കാണ്. ആര്? ഏതാ? ഷാന. ഇനി ഗ്രൂപ്പ് ഏതാന്നറിയോ? ഷജിൻ ഗ്രൂപ്പാണ്. ഷജിൻ ഗ്രൂപ്പില് ചോദിച്ചിരുന്നല്ലേ അല്ലേ? ഷാനോട് നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഷജിൻ ഗ്രൂപ്പിൽ ഷജിനാണ് പറയേണ്ടത്. എന്താണ്? എന്തുവാ? മുഖം എന്നാണോ? എങ്ങനെയാണ് ശരിക്കും വായിക്കേണ്ടത്? കേട്ടില്ല, അക്ഷരം കേട്ടില്ല. ഗം എന്നാണോ? മുഖം എന്നാണോ? ഹാഗ് കേൾക്കണില്ലല്ലോ. മുഖം തെറ്റാണ്. മുഖം എന്നല്ല പറയേണ്ടത്. ഇത് നമ്മുടെ ഈ ഗ്രൂപ്പാണ്. ഐതിൻ ഗ്രൂപ്പില് ആരാ പറയേണ്ട ആളെ? പറഞ്ഞതാണ്. ഐതിൻ നേരത്തെ പറഞ്ഞതാണ്. ഐതിൻ കഴിഞ്ഞാൽ നിനക്ക് പറയാൻ പറ്റുമോ? നിനക്ക് പറയാൻ പറ്റുമോ? പറ. ഓക്കെ, എന്താണ് വായിക്കേണ്ടത്? മുഖം വാടേ. ഏതിലാ? ഇതല്ലേ? ഓക്കെ, അപ്പൊ 1 2 3 4 5 6 7 8 പോയിന്റുകൾ വാങ്ങി ഐതിൻ ഗ്രൂപ്പ് 1-ാം സ്ഥാനം. തൊട്ടടുത്ത് ഷജിൻ ഗ്രൂപ്പ് 7 പോയിന്റുകൾ 1 2 3 4 5 6 6 പോയിന്റുകൾ നേടി 2-ാം സ്ഥാനത്ത് ഷജിൻ ഗ്രൂപ്പ്. ഇതോടുകൂടെ ഈ മത്സരം ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ.